നിങ്ങളിപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്നത് ലോകത്തിൻ്റെ നാനാഭാഗത്തും നിന്നുകൊണ്ടല്ലേ? ഇനി നിങ്ങൾ കേൾക്കുന്നത് എവിടെ ആയിരിക്കും അറിയോ? അല്ലെ, ഞാൻ ലാസ്റ്റ് പറയാം. അതായത് മുമ്പ് കൊളംബസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, ഇന്ത്യ എന്ന് പറഞ്ഞ പുള്ളിക്ക് ഉണ്ടോ ഇല്ലയെന്ന് അറിയുന്നില്ല, എവിടുന്നോ കേട്ടിട്ടുണ്ട്. അങ്ങനെ പുള്ളി ഒരു പുറപ്പെട്ടു, ഇന്ത്യ തേടി പുറപ്പെട്ടു. ലാസ്റ്റ് എത്തിയത് എവിടെയെന്ന് അറിയോ? വേറെ ഏതോ സ്ഥലത്താണ്. പുള്ളി വിചാരിച്ചത് ഇന്ത്യയാണ്. പുള്ളി അവിടെ കണ്ട ആൾക്കാരൊക്കെ ഇന്ത്യക്കാരെന്ന് വിളിച്ചു. അങ്ങനെ പുള്ളി മരിച്ചുപോയി. മരിക്കണവരെ പുള്ളിക്കാരില്ലായിരുന്നു ഇന്ത്യക്കാരല്ല എന്നുള്ളത്. പിന്നെ വേറെ ചിലരൊക്കെ കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരല്ല എന്ന് മനസ്സിലാക്കി അവർ ഒറിജിനൽ ഇന്ത്യയും കണ്ടുപിടിച്ച് അങ്ങനെ ചിലരിങ്ങനെ ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് നമ്മൾ, അതായത് ഞാൻ ഇന്ന് ഇവിടെ പറയുന്ന കാര്യം നിങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നിന്ന് കേൾക്കുന്നത്. ഇന്ന് അതുപോലെ വേറൊരു മനുഷ്യൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. ആരാന്നറിയോ? എലോൺ മസ്ക്. ചൊവ്വ തേടിയിട്ടാണ്. അതായത് അന്ന് കൊളംബസ് ഇന്ത്യ തേടിപ്പോയപ്പോൾ അല്ലേ, എലോൺ മസ്ക് ഇന്ന് ചൊവ്വ തേടിപ്പോകുന്നു. അപ്പോൾ നമ്മൾ ഇന്ത്യ മാത്രമല്ലല്ലോ പിന്നെ കണ്ടെത്തിയത് അല്ലേ? ചൊവ്വ മാത്രമല്ല, ഇനി പല ഗ്രഹങ്ങളും കണ്ടെത്താൻ പോവുകയാണ്. അങ്ങനെ നിങ്ങൾ ഇനി മുതൽ ഞാൻ പറയുന്നത് കേൾക്കാൻ പോകുന്നത് എവിടെ വെച്ചായിരിക്കും? പല ഗ്രഹങ്ങളിൽ ഇരുന്നു കൊണ്ടായിരിക്കും. എങ്ങനെയുണ്ടാവും? അതിപ്പോൾ എന്നായിരിക്കും?